സോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഈ വർഷത്തെ 2023 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പം ഈ വരുന്ന നമ്മുടെ LSGI സെക്രട്ടറി എക്സാംസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കംപ്ലീറ്റ് ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ. ട്രിവാൻഡ്രത്തെ കിളിമാനൂരാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പൊ കംപ്ലീറ്റ് ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്ത് ആണ് ഇന്ത്യയിലെ കംപ്ലീറ്റ് ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂര്, ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, ഡിജിറ്റൽ പഞ്ചായത്ത്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള, അതായത് അവിടുത്തെ എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈസസുകളെ കുറിച്ച് അറിവുള്ള കംപ്ലീറ്റ് ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഇൻ ഇന്ത്യയാണ് കിളിമാനൂർ. നമ്മുടെ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI, ഈ NPCIയുടെ പുതിയ അംബാസിഡറായിട്ട്, സേഫ്റ്റി അംബാസിഡറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് പങ്കജ് ത്രിപാഠി. ഒരു ആക്ടറാണ് ഇദ്ദേഹം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പങ്കജ് ത്രിപാഠി. അപ്പം ആരാണ് പുതിയ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ UPI സേഫ്റ്റി അംബാസിഡറായിട്ട് നിയമിതനായ വ്യക്തിയാണ് പങ്കജ് ത്രിപാഠി. ഫസ്റ്റ് ചിക്കൻ ഗുനിയ വാക്സിൻ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയക്കെതിരായിട്ടൊരു വാക്സിൻ വന്നിട്ടുണ്ട്. ആ വാക്സിന്റെ പേരാണ് എക്സ്ട്രിക് എന്ന് പറയുന്നത്. എക്സ്ട്രിക് വലനേവ എന്ന് പറയുന്ന കമ്പനിയാണത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ വാക്സിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. എക്സ്ട്രിക് ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ചിക്കൻ ഗുനിയ, കൊതുകുകൾ പരത്തുന്ന ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന രോഗത്തിനെതിരായിട്ടുള്ള വാക്സിൻ ആണ് എക്സ്ട്രിക് എന്ന് പറയും. QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങില് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സ്ഥാപനം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് IIT ബോംബെ ആണ്. അപ്പൊ QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ യൂണിവേഴ്സിറ്റി, വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിന്റെയാണ് QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ് എടുക്കുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് IIT ബോംബെ. 37ാമത് നാഷണൽ ഗെയിംസ്. 37ാമത് നാഷണൽ ഗെയിംസ് 2023 നടന്ന നാഷണൽ ഗെയിംസ് ആണ്. അത് 37ാമത്തെ നാഷണൽ ഗെയിംസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 37ാമത്തെ നാഷണൽ ഗെയിംസ്. ഇതിന്റെ വെന്യൂ എവിടെയാണ്? ഗോവയിലാണ്. ഗോവയിൽ വെച്ചിട്ടായിരുന്നു 37ാമത്തെ നാഷണൽ ഗെയിംസ് നടന്നിരുന്നത്. ഇതില് മുന്നിലെത്തിയ ഫസ്റ്റ് പൊസിഷനിലെത്തിയ സ്റ്റേറ്റ് അത് മഹാരാഷ്ട്രയായിരുന്നു. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടി മുന്നിലെത്തിയത് മഹാരാഷ്ട്രയായിരുന്നു. അതുപോലെ കേരളയുടെ സ്ഥാനം 5ാം സ്ഥാനത്തായിരുന്നു കേരളം. അതുപോലെ ഏറ്റവും ബെസ്റ്റ് മെൻ അത്ലറ്റ് കിട്ടിയത് ശ്രീഹരി നടരാജനും ബെസ്റ്റ് വിമൻ അത്ലറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രണതി നായകുമായിരുന്നു. പ്രണതി നായക്. ശ്രീഹരി നടരാജ് ബെസ്റ്റ് മെൻ അത്ലറ്റ് ആയിരുന്നു നാഷണൽ ഗെയിംസ് 2023 നടന്ന 37ാമത് നാഷണൽ ഗെയിംസിന്റെ ബെസ്റ്റ് മെൻ അത്ലറ്റ് ശ്രീഹരി നടരാജും ബെസ്റ്റ് വിമൻ അത്ലറ്റ് പ്രണതി നായകുമായിരുന്നു. കേരളത്തിന്റെ സ്ഥാനം 5ാം സ്ഥാനമായിരുന്നു. മഹാരാഷ്ട്ര ആയിരുന്നു 1ാം സ്ഥാനത്ത്. ഇത് നടന്നത് വെന്യൂ അത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു ഇത് നടന്നത്. പ്രോജക്ട് ഡോൾഫിൻ എന്ന് പറയുന്ന പ്രോജക്ട് നിലവിൽ കൊണ്ടുവന്ന സംസ്ഥാനം അത് തമിഴ്നാടാണ്. മറൈൻ എക്കോളജിയുടെ സംരക്ഷണത്തിനും അതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഡോൾഫിനുകളുടെ ഒക്കെ സംരക്ഷണം മുന്നിൽ കണ്ടുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റ് ആണ് പ്രോജക്ട് ഡോൾഫിൻ 2023 കൊണ്ടുവന്നത്. തമിഴ്നാടുമാണ് പ്രോജക്ട് ഡോൾഫിൻ. ഇന്റർനാഷണൽ സോളാർ അലയൻസിലേക്ക് ചേർന്ന് 2023 ഇന്റർനാഷണൽ സോളാർ അലയൻസിലേക്ക് ജോയിൻ ചെയ്ത രാജ്യം അത് ചിലിയാണ്. ഇപ്പം ഇന്റർനാഷണൽ സോളാർ അലയൻസിലേക്ക് ജോയിൻ ചെയ്ത
95ാമത്തെ രാജ്യമാണ് ചിലി എന്ന് പറയുന്നത്. സൗത്ത് അമേരിക്കൻ രാജ്യമാണ് ചിലി. ഓക്കെ, ചിലിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിലേക്ക് ജോയിൻ ചെയ്ത ഏറ്റവും പുതിയ രാജ്യം. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഒരേ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്ത്യയും ഫ്രാൻസും ചേർന്നുള്ള ഒരു പദ്ധതിയായിരുന്നു ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ആദ്യം ഇത് രൂപീകരിക്കപ്പെട്ട സമയത്ത് ട്രോപ്പിക്സിൽ ഉള്ളത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ വരുന്ന രാജ്യങ്ങൾക്കായിരുന്നു ഇതിലെ മെമ്പേഴ്സ് ആവാനുള്ള അവകാശം. പക്ഷെ ഇപ്പം ഇത് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മെമ്പർഷിപ്പിന് വേണ്ടി ഓപ്പൺ ആണ്. അങ്ങനെയാണ് 95ാമത്തെ രാജ്യമായിട്ട് ചിലി പുതിയതായിട്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസിലേക്ക് ജോയിൻ ചെയ്തു. 2023 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി വിന്നേഴ്സ്. ക്രിക്കറ്റിന് വേണ്ടിയുള്ള ട്രോഫിയാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്ന് പറയുന്നത്. 2023 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി വിൻ ചെയ്തത് പഞ്ചാബാണ്. ദെൻ IIT മദ്രാസിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ക്യാമ്പസ്, ഇന്ത്യക്ക് പുറത്ത് IIT മദ്രാസിന്റെ ഒരു ഇന്റർനാഷണൽ ക്യാമ്പസ് വന്നിട്ടുണ്ട്. അത് സൻസിബാറിലാണ്. സൻസിബാർ, ഓക്കെ, സൻസിബാറിലാണ്, സൗത്ത് ആഫ്രിക്കൻ സൻസിബാറിലാണ് ഈ പറയുന്ന IIT മദ്രാസിന്റെ പുതിയ ആദ്യത്തെ ഇന്റർനാഷണൽ ക്യാമ്പസ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു IITയുടെ കേസ്. അത് എന്തായിരുന്നു? QS റാങ്കിങ്ങിൽ, QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ, ഏഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ IIT ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനം അത് IIT ബോംബെ ആണ്. ഇവിടെ നമ്മൾ IIT മദ്രാസിന്റെ കാര്യമാണ് പഠിച്ചത്. അതായത് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ക്യാമ്പസ്, IIT മദ്രാസിന്റെ ഇന്റർനാഷണൽ ക്യാമ്പസ് വന്നിട്ടുള്ളത് സൻസിബാറിലാണ്. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, ഓക്കെ, ഇന്ത്യയുടെ പുതിയ വിവരാവകാശ കമ്മീഷൻ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ അത് ഹരിലാൽ സമരിയാണ്. ഹരിലാൽ സമരിയ. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിലാൽ സമരിയാണ്. അടുത്തത് ഒരു വോൾക്കാനോ ആണ്. ഓക്കെ, റീസെന്റ് നമുക്ക് ഒരു 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ എറപ്റ്റ് ചെയ്യപ്പെട്ട വോൾക്കാനോയാണ്. നമ്മുടെ യുറേഷ്യയിലെ, യൂറോപ്പും ഏഷ്യയും ചേർന്ന ഭാഗത്ത് യുറേഷ്യയിലെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ആക്റ്റീവ് വോൾക്കാനോ കൂടിയാണ് ഇത്. ഇതിന്റെ പേരാണ് ക്ലയുചെവസ്കിയ സോപ്ക എന്ന് പറയുന്നത്. റഷ്യയിലെ കമാച്ക പെനിൻസുലയിൽ വരുന്നതാണ് ഈ ഒരു വോൾക്കാനോ, ക്ലയുചെവസ്കിയ സോപ്ക. ഇത് റഷ്യന്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനല്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലുള്ള പ്രൊനൗൺസിയേഷൻ ആണിത്. ക്ലയുചെവസ്കിയ സോപ്ക എന്ന് പറയുന്ന വോൾക്കാനോ. പേര് കേൾക്കുമ്പോൾ തന്നെ കേൾക്കും ഏകദേശം ഒരു റഷ്യൻ ടച്ച് അല്ലെ ഉള്ള വോൾക്കാനോയാണ് ക്ലയുചെവസ്കിയ സോപ്ക വോൾക്കാനോ എന്ന് പറയും. ഈ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ കാരണം അവിടുത്തെ സ്കൂളുകളൊക്കെ അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. പല സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങളും അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ ഒരു ഇറപ്ഷൻ കാരണം. മൗണ്ട് സീലിയ ഗോൾഡ് ഓപ്പറേഷൻ. ഇത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ഒരു ഗോൾഡ് മൈൻ പ്രോജക്റ്റ് ആണ് മൗണ്ട് സീലിയ ഗോൾഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മൈൻ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യത്തെ ഗോൾഡ് മൈൻ ആണ് പുറത്തു വരുന്നത്. ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ ഗോൾഡ് മൈൻ ആണ് ഈ പറയുന്ന മൗണ്ട് സീലിയ ഗോൾഡ് പ്രോജക്റ്റ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റീലിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് NMDC എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മൈനിങ് ആൻഡ് മിനറൽ റിസോഴ്സ് സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം കൂടിയാണ് NMDC. ഈ NMDCയുടെ അണ്ടറിലാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മൗണ്ട് സീലിയ ഗോൾഡ് പ്രോജക്റ്റ് നടക്കുന്നത്. അപ്പം എവിടെയാണ് മൗണ്ട് സീലിയ ഗോൾഡ് പ്രോജക്റ്റ്? അത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഒരു PSU ആയ NMDC, നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഓക്കെ, നാഷണൽ മിനറൽ ആൻഡ് മൈൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് NMDC. ഇവര് മിനിസ്ട്രി ഓഫ് സ്റ്റീലിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവരാണ് ഈ ഒരു മൈൻ, NMDCയുടെ അണ്ടറിൽ ഈ ഒരു മൈൻ ഓപ്പറേഷൻ നടത്തുന്നത്.
2023 ഹസ്മുഖ് ഷാ മെമ്മോറിയൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ഇക്കോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആണ് ഹസ്മുഖ് ഷാ മെമ്മോറിയൽ അവാർഡ് എന്ന് പറയുന്നത്. ഹസ്മുഖ് ഷാ മെമ്മോറിയൽ അവാർഡ് ഇക്കോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. 2023 അവാർഡ് കിട്ടിയത് ആൽവിൻ ആന്റോ ആണ്, മലയാളിയാണ്. ഇദ്ദേഹം നമ്മുടെ കുഫോസില്, കേരള യൂണിവേഴ്സിറ്റി ഫിഷറീസില് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, റിസർച്ചറാണ് മിസ്റ്റർ ആൽവിൻ ആന്റോ എന്ന് പറയുന്നത്. ലക്ഷദ്വീപില് ക്ലൈമറ്റ് ചേഞ്ച് കാരണവും മറ്റ് മനുഷ്യരുടെ ഇടപെടൽ, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഫാക്ടേഴ്സ് കാരണവും ലക്ഷദ്വീപ് ഐലൻഡ്സിലെ കോറൽ ലീവ്സിനുണ്ടായ നാശനഷ്ടങ്ങളും അതെങ്ങനെയാണ് അവിടുത്തെ ഇക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. Then 24ാമത് ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ്, അമ്പെയ്ത്ത് മത്സരം, അതാണ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. 2025 ഇത് നടക്കുന്നത്. ബംഗ്ലാദേശിൽ വെച്ച് നടക്കാൻ പോകുന്നതാണ് 24ാമത് ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. അത് 2025 അടുത്ത വർഷം നടക്കാൻ പോകുന്ന സ്പോർട്ട് ഇവന്റ് ആണ്. ഏറ്റവും കൂടുതൽ കാലം പ്രാക്ടീസ് ചെയ്ത ലോയർ എന്ന ബഹുമതി കിട്ടിയിരിക്കുന്നത് ഇവിടെ മലയാളിയായ ഒരു പാലക്കാടുകാരനാണ്. അദ്ദേഹം 98 വയസ്സാണുള്ളത്. PB മേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പാലക്കാടാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രാക്ടീസ് ചെയ്ത ലോയർ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലയാളി PB മേനോൻ, 98 വയസ്സ്. ഇതിനു മുമ്പ് ഗിബ്രാൾട്ടറിലെ ലൂയിസ് W. ട്രിയെ എന്ന് പറയുന്ന ആൾക്കായിരുന്നു ഈ ഒരു ബഹുമതി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 70 വയസ്സും 111 ദിവസവുമായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. ഇത് 98 വയസ്സുള്ള PB മേനോനാണ് ഏറ്റവും കൂടുതൽ കാലം പ്രാക്ടീസ് ചെയ്ത ലോയർ എന്ന ലോക റെക്കോർഡ്, ഗിന്നസ് ലോക റെക്കോർഡ് നേടിയിരിക്കുന്നത്. മലയാളിയാണ്, പാലക്കാടുകാരനാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തന്നെ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആയി പോയ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ ആണ് ഏഞ്ചലോ മാത്യൂസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ ആണ് ഏഞ്ചലോ മാത്യൂസ്. 2023 നടന്ന ശ്രീലങ്ക ബംഗ്ലാദേശ് ക്രിക്കറ്റിലെ ഇദ്ദേഹം ഇതിന് തൊട്ട് മുന്നേ ഉള്ള വ്യക്തി ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രീസിലേക്ക് എത്താൻ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ടൈം, ക്രീസിലേക്ക് എത്താൻ ഉള്ള ടൈം കഴിഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് ഇത് ശരിയായിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ക്രീസിലേക്ക് എത്തുന്ന ടൈം കഴിഞ്ഞു പോയപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിന് ഔട്ട് വിളിക്കുകയും അങ്ങനെ അമ്പയർ അദ്ദേഹത്തിന് ഔട്ട് ആക്കുകയും ചെയ്തു. അതിനെയാണ് ടൈംഡ് ഔട്ട് എന്ന് പറയുന്നത്. കൃത്യസമയത്ത് ക്രീസിൽ എത്താതെ ഔട്ടായ വ്യക്തിയാണ് ഏഞ്ചലോ മാത്യൂസ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ ഷക്കീബ് അൽ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിനെ ഔട്ടാക്കിയത്. സോ ഏഞ്ചലോ മാത്യൂസ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആയ വ്യക്തിയാണ് ഏഞ്ചലോ മാത്യൂസ് എന്ന് പറയുന്നത്. ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ ആണ് ഇദ്ദേഹം. ബംഗ്ലാദേശ് ശ്രീലങ്ക മാച്ചിലാണ് ഈ സംഭവം നടക്കുന്നത്. ഗോവയുടെ ഗവർണറായ PS ശ്രീധരൻ പിള്ള, അദ്ദേഹത്തിന്റെ 200ാമത്തെ ബുക്കാണ് വാമൻ വൃക്ഷകല. ബോൺസായി മരങ്ങൾ അല്ലെങ്കിൽ പോട്ടഡ് ട്രീസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണ് വാമൻ വൃക്ഷകല എന്ന് പറയുന്നത്. ആരുടെ ബുക്കാണ്? ഗോവ ഗവർണറായ PS ശ്രീധരൻ പിള്ളയുടെ ബുക്കാണ് വാമൻ വൃക്ഷകല. എന്തിനെ കുറിച്ചാണത്? അത് ബോൺസായി മരങ്ങളെ കുറിച്ചാണ്. റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം എഴുതിയത് ആര്? റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം എഴുതിയത് ആര്? റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം എഴുതിയത് നമ്മുടെ എക്സൈസ് റവന്യൂ മിനിസ്റ്ററായ MP രാജേഷ് ആണ്. MP രാജേഷ്. സോ MP രാജേഷിന്റെ ബുക്കാണ് റിപ്പബ്ലിക്കിന്റെ ഭാവി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022. സോ 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡിലേക്ക് അല്ലെങ്കിൽ ആ കേരള സാഹിത്യ അക്കാദമിയുടെ മെമ്പർഷിപ്പ് കിട്ടിയ അതിനകത്തേക്ക് അംഗങ്ങളായ 2 വ്യക്തികളാണ് MM ബഷീറും
എൻ പ്രഭാകരനും. അപ്പം ആരൊക്കെയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മെമ്പർഷിപ്പ് 2022 പ്രഖ്യാപിച്ചത്? അത് കിട്ടിയത് 23 അല്ലെ? 22 പ്രഖ്യാപിച്ചത്, 23 പ്രഖ്യാപിച്ചു, 23 കൊടുത്ത അവാർഡാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മെമ്പർഷിപ്പ്, അതായത് ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് കിട്ടിയത് 2022 കിട്ടിയത് എം ബഷീറിനും എൻ പ്രഭാകരനുമായിരുന്നു. ഇനി ഓരോ മേഖലകളിൽ നോക്കുകയാണെങ്കിൽ പോയട്രി, കവിതാ വിഭാഗത്തില് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് NG ഉണ്ണികൃഷ്ണനാണ്. കടലാസ് വിദ്യ എന്ന് പറയുന്ന കവിതയ്ക്കാണ് കിട്ടിയത്. നോവൽ എടുക്കുകയാണെങ്കിൽ വി ഷിനിലാലിനാണ്. സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്ന നോവലിനാണ് ഷിനിലാലിന് കിട്ടിയത്. ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഷോർട്ട് സ്റ്റോറി വിഭാഗത്തില് PF മാത്യൂസിനാണ്. മുഴക്കം എന്ന് പറയുന്ന ചെറുകഥയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022 വർഷം ഓർത്തിരിക്കുക. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022 നമ്മൾ പഠിക്കുന്നത്. 2022 കവിതയ്ക്ക് കിട്ടിയത് NG ഉണ്ണികൃഷ്ണനാണ്. കടലാസ് വിദ്യ എന്ന് പറയുന്ന കവിത. നോവലാണെങ്കിൽ വി ഷിനിലാൽ സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്ന നോവലിനാണ്. ഷോർട്ട് സ്റ്റോറി ചെറുകഥയാണെങ്കിൽ PF മാത്യൂസിനാണ്. മുഴക്കം എന്ന് പറയുന്ന ചെറുകഥയ്ക്കാണ്. ഇനി നാടകം എടുക്കുകയാണെങ്കിൽ എമിൽ മാധവിക്കാണ്. കുമാരു എന്ന് പറയുന്ന നാടകത്തിനാണ് എമിൽ മാധവിക്ക് കിട്ടിയത്. ഇനി കുട്ടികളുടെ സാഹിത്യം എടുക്കുകയാണെങ്കിൽ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണെങ്കിൽ ഡോക്ടർ K ശ്രീകുമാറിനാണ്. ചക്കര മാമ്പഴം എന്ന് പറയുന്ന സമാഹാരത്തിനാണ്. അപ്പൊ ഈ 5 ഇമ്പോർട്ടന്റ് ആണ്. പോയട്രി NG ഉണ്ണികൃഷ്ണനാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് NG ഉണ്ണികൃഷ്ണൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022 കവിതയ്ക്ക് കിട്ടിയത് NG ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിത ഏതാണ്? കടലാസ് വിദ്യ എന്ന് പറയുന്ന കവിതയാണ്. ഇനി നോവൽ എടുക്കുകയാണെങ്കിൽ ആർക്കാണ് കിട്ടിയത്? വി ഷിനിലാലിനാണ് കിട്ടിയത്. വി ഷിനിലാൽ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് സമ്പർക്ക ക്രാന്തി. സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്ന നോവലിനാണ്. ഇനി ഷോർട്ട് സ്റ്റോറി എടുക്കുകയാണെങ്കിൽ, ചെറുകഥ എടുക്കുകയാണെങ്കിൽ ആർക്കാണ് കിട്ടിയത്? PF മാത്യൂസ്. PF മാത്യൂസ്, അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? അദ്ദേഹത്തിന്റെ ചെറുകഥ മുഴക്കം. ദെൻ പ്ലേ, നാടകം എടുക്കുകയാണെങ്കിൽ എമിൽ മാധവി. എമിൽ മാധവി നാടകം എമിൽ മാധവി. കുമാരു എന്ന് പറയുന്ന നാടകത്തിന്. ഇനി കുട്ടികളുടെ സാഹിത്യം ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണെങ്കിൽ ഡോക്ടർ K ശ്രീകുമാർ. ചക്കര മാമ്പഴം എന്ന് പറയുന്ന സമാഹാരം ചക്കര മാമ്പഴം. ഇനി ഹ്യൂമർ ഹാസ്യ സാഹിത്യം എടുക്കുകയാണെങ്കിൽ ജയന്ത് കാമിച്ചേരിൽ. ജയന്ത് കാമിച്ചേരിൽ. ഒരു കുമാരകോംകാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ. ഒരു കുമാരകോംകാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ആരുടേത്? ജയന്ത് കാമിച്ചേരിൽ. 2022 കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് കിട്ടിയത് ജയന്ത് കാമിച്ചേരിലിന്റെ ഒരു കുമാരകോംകാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ. ഓക്കെ, 2023 ലോക സമാധാന പട്ടിക അല്ലെങ്കിൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 1ാമതെത്തിയ രാജ്യം അത് ഐസ്ലൻഡ് ആണ്. ഐസ്ലൻഡ്. ഓക്കെ, ഐസ്ലൻഡ്. നമ്മുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഡാർക്ക് എനർജിയെ കുറിച്ചും ഡാർക്ക് മാറ്ററിനെ കുറിച്ചും ഒക്കെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സ്പേസിലേക്ക് ലോഞ്ച് ചെയ്ത ടെലിസ്കോപ്പ്, സ്പേസ് ടെലിസ്കോപ്പ് ലോഞ്ച്ഡ് ബൈ യൂറോപ്യൻ സ്പേസ് ഏജൻസി to shed light on dark energy and dark matter. The space telescope ആരെ വിട്ടത്? യൂറോപ്യൻ സ്പേസ് ഏജൻസി വിട്ട സ്പേസ് ടെലിസ്കോപ്പ് എന്തിനു വേണ്ടി? ഡാർക്ക് എനർജിയെ കുറിച്ചും ഡാർക്ക് മാറ്ററിനെ കുറിച്ചും പഠിക്കാനായിട്ട്. അതിന്റെ പേരാണ് യൂക്ലിഡ്. ഒരു പഴയ മാത്തമാറ്റീഷ്യൻ ആണ് യൂക്ലിഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സ്പേസ് ടെലിസ്കോപ്പ് അറിയപ്പെടുന്നത്. അതുപോലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് പുതിയതായി പെർമനന്റ് സ്ഥിരാംഗത്വം കിട്ടിയ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ. അപ്പം എന്താണ് ഇറാന്റെ പ്രത്യേകത? ഇപ്പോ റീസെന്റ് ന്യൂസിൽ വരാനുള്ള കാരണം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് പെർമനന്റ് മെമ്പർഷിപ്പ് കിട്ടിയ രാജ്യം ഇറാൻ. നമ്മൾ നേരത്തെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത രാജ്യം പഠിച്ചല്ലേ, അതിന്റെ പേര് ചിലി ആയിരുന്നു. ഇത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് വന്ന പുതിയ സ്ഥിരാംഗമാണ് ഇറാൻ എന്ന് പറയുന്നത്.
2024 ഷാങ്ഹായ് കോർപ്പറേഷൻ സമ്മിറ്റിന്റെ വെന്യൂ എവിടെയാണ്? 2024 ഈ വർഷം നടക്കാൻ പോകുന്ന SCO സമ്മിറ്റ് കസഖ്സ്ഥാനിലാണ്. കസഖ്സ്ഥാൻ ഓൾറെഡി മീറ്റിംഗ് കഴിഞ്ഞു. കസഖ്സ്ഥാന്റെ ക്യാപിറ്റലാണ് ആസ്ഥാന എന്ന് പറയുന്നത്. അസ്ഥാനയിൽ വെച്ചിട്ടായിരുന്നു മീറ്റിംഗ് നടന്നത്. 2024 SCO സമ്മിറ്റ് ഷാങ്ഹായ് കോർപ്പറേഷൻ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് വന്ന പുതിയ സ്ഥിരാംഗം ഇറാനാണ്. 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നടന്നത് എവിടെയായിരുന്നു? അതിന്റെ വെന്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസഖ്സ്ഥാന്റെ ക്യാപിറ്റൽ ആസ്ഥാന. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ സൈബർ ക്രൈം കേസസുകളെ കൗണ്ടർ ചെയ്യാനായിട്ട് ഒരു സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ നിലവിൽ വന്നിട്ടുണ്ട്. ആ നമ്പർ ഓർത്തിരിക്കാൻ 1930 ആണ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ. ഇന്ത്യയിലെ പുതിയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930. 2023 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വിന്നർ. 2023 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വിന്നർ അത് മാക്സ് വേർസ്റ്റാപ്പൻ ആണ്. ആരാണ് 2023 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വിന്നർ? മാക്സ് വേർസ്റ്റാപ്പൻ. അതുപോലെ 2023 അണ്ടർ 21 യൂറോ കപ്പ് വിന്നേഴ്സ്. അണ്ടർ 21 യൂറോ കപ്പ് വിന്നേഴ്സ് ഫുട്ബോൾ ആണ്. അണ്ടർ 21 യൂറോ കപ്പ് വിന്നേഴ്സ് അത് ഇംഗ്ലണ്ട് ആണ്. നമ്മുടെ ചാന്ദ്രയാൻ 3 മിഷന് ശേഷം ISROയുമായിട്ട് ജോയിൻ ചെയ്ത് ലൂണാർ എക്സ്പ്ലോറേഷന് തയ്യാറാകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജപ്പാൻ ആണ്. 2026 ഇന്ത്യയുടെ ISROയും ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി JAXAയും ചേർന്ന് നമ്മുടെ മൂണിന്റെ സൗത്ത് പോളാർ റീജിയനിലേക്ക് ഒരു അൺക്രൂഡ് ആയിട്ടുള്ള ലൂണാർ ലാൻഡറും റോവറും അയക്കാനായിട്ട് തീരുമാനമായത്. അപ്പൊ ചാന്ദ്രയാൻ 3 ശേഷം ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ലൂണാർ എക്സ്പ്ലോറേഷന് വേണ്ടി ഇന്ത്യയുമായിട്ട് ജോയിൻ ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും ഒരുമിച്ച് നടപ്പിലാക്കാൻ പോകുന്ന ലൂണാർ എക്സ്പ്ലോറേഷൻ ആണ് ലൂപെക്സ് എന്ന് പറയുന്നത്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ, അതാണ് ലൂപെക്സ് എന്ന് പറയുന്നത്. പ്ലാൻഡ് ജോയിന്റ് ലൂണാർ മിഷൻ ബൈ ISRO ആൻഡ് JAXA. എന്താണ് ഇതിന്റെ ഉദ്ദേശം? മൂണിന്റെ സൗത്ത് പോൾ റീജിയനിലേക്ക്, ദക്ഷിണ ധ്രുവത്തിലേക്ക് മനുഷ്യന്മാരില്ലാത്ത അല്ലെങ്കിൽ അസ്ട്രോണോട്സ് ഒന്നും ഇല്ലാത്ത ഒരു ലൂണാർ ലാൻഡറിനെയും റോവറിനെയും അയക്കുക. 2026 മുമ്പ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ധാരണ. രണ്ടായിരത്തി 2023 ഫ്രാൻസിലെ ഗസ്റ്റ് ഓഫ് ഓണർ അറ്റ് ദ ബാസ്റ്റലി ഡേ പരേഡിന്റെ സമയത്ത്, ഫ്രാൻസിലാണ് ഈ ബാസ്റ്റലി ഡേ പരേഡ് നടക്കുന്നത്. ആ സമയത്ത് ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് അവിടുത്തെ മുഖ്യ അതിഥിയായിട്ട് ചെന്ന വ്യക്തി നമ്മുടെ നരേന്ദ്ര മോഡിയായിരുന്നു. ദെൻ ഈ 2023 റീസെന്റ് മരണപ്പെട്ട ഒരു ചെക്ക് ബോൺ ആയിട്ടുള്ള ഫ്രഞ്ച് നോവലിസ്റ്റ്, ചെക്ക് റിപ്പബ്ലിക്കിൽ ജനിച്ചു എന്നാൽ പിന്നീട് ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ച ചെക്ക് ബോൺ ആയിട്ടുള്ള ഫ്രഞ്ച് നോവലിസ്റ്റ്, ഫ്രഞ്ച് കഥാകാരനാണ് മിലൻ കുന്ദേര എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഫ്രാൻസിലെ ബാസ്റ്റലെ ഡേ പരേഡിന്റെ ഗസ്റ്റ് ഓഫ് ഓണർ ആയ വ്യക്തി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അതുപോലെ റീസെന്റ് മരണപ്പെട്ട 2023 മരണപ്പെട്ട ഒരു ചെക്ക് ബോൺ ആയിട്ടുള്ള ഫ്രഞ്ച് നോവലിസ്റ്റ് ആണ് മിലൻ കുന്ദേര. ഇതിന്റെ പുസ്തകങ്ങളും ഏതെങ്കിലും ഒക്കെ പുസ്തകങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. മേ ബി ചോദിക്കാം, എന്നാലും മിലൻ കുന്ദേര എന്നുള്ള പേര് മറക്കാതിരിക്കുക. അടയാളം എന്റെ ആധാർ എന്ന് പറയുന്ന പ്രോജക്റ്റ് കൊണ്ടുവന്ന ഡിസ്ട്രിക്ട്, കേരളത്തിലെ ഡിസ്ട്രിക്ട് ഏതാണ്? ജില്ല അത് കണ്ണൂർ ജില്ലയാണ്. അടയാളം എന്റെ ആധാർ എന്ന പദ്ധതി കൊണ്ടുവന്ന കേരളത്തിലെ ജില്ല കണ്ണൂർ. അതുപോലെ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ, അതൊരു AC ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ട്രെയിൻ ആണ്. വന്ദേ ഭാരത് പോലെ ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്ന നോൺ AC ട്രെയിനിന്റെ പേരാണ് വന്ദേ സാധാരൺ. 22 കോച്ചാണ് ഉള്ളത്.
ഈ ട്രെയിനിന്റെ പ്രത്യേകത AC ഇല്ല, ബാക്കി എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള നോൺ AC ട്രെയിനാണ് വന്ദേ സാധാരണ. ദെൻ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി ആശിഷ് ദേശായി ആണ്. ഓക്കെ, ആശിഷ് ദേശായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ദേശായി. കേരളത്തിലെ ടൂറിസം സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് കേരള ബ്ലോഗ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അതായത് കേരളത്തിലൂടെയുള്ള പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് റോഡ് ട്രിപ്പാണ് ഈ കേരള ബ്ലോഗ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഒരു ലക്ഷറി ബസ്സിലായിരിക്കും ഈ ഒരു ട്രിപ്പ് ഉണ്ടാവുക. അപ്പൊ ഇത് ഈ ബസ് ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും എക്സ്പ്ലോർ ചെയ്യുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ സ്റ്റോറീസും കണ്ടന്റും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് ഷെയർ ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, ഒരു പ്രോഗ്രാമാണ് കേരള ബ്ലോഗ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ബസ്സാണ്, ഒരു ലക്ഷറി ബസ് ടൂറിസ്റ്റ് ആണ് ഈ പറയുന്ന കേരള ബ്ലോഗ് എക്സ്പ്രസ്. XAI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ വ്യക്തിയാണ് എലോൺ മസ്ക്. അപ്പം XAI ആരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എലോൺ മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് ആണ്. അതുപോലെ നമ്മുടെ കേരള ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ മാസ്കോട്ട് ആണ്, ചിഹ്നമാണ് ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത്. ചാടി ചാടി വരുന്ന ഭാഗ്യം അല്ലെ. കേരള ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ ഭാഗ്യ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാസ് ഹോപ്പർ ആണ്. ഓക്കെ, പുൽച്ചാടി. Now, the software, which is designed to help in quick and easy disposal of cases with the help of centralized fingerprint database. അതായത് ഇന്ത്യയിലെ കൾപ്രേറ്റ് ആയിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് ആൾക്കാരുടെയും ഒക്കെ ഫിംഗർ ഡേറ്റാബേസ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കേസുകൾ ഐഡന്റിഫൈ ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് നഫീസ് എന്ന് പറയുന്നത്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. അതാണ് നഫീസിന്റെ ഫുൾ ഫോം. അപ്പം എന്താണ് നഫീസ്? അതായത് ഡേറ്റാബേസ് ഉപയോഗിച്ച്, ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും കേസുകൾ പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാനുമായിട്ടുള്ള സോഫ്റ്റ്വെയർ നാഫിസ്. നാഫിസിന്റെ ഫുൾ ഫോം നാഷണൽ ഓട്ടോമേറ്റഡ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. The steepchaser who qualifies for 2024 പാരീസ് ഒളിമ്പിക്സ്. പാരീസ് ഒളിമ്പിക്സിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട റണ്ണർ സ്റ്റീപ്പ് ചേസർ ആണ് നമ്മുടെ അവിനാഷ് സാബ്ലെ എന്ന് പറയുന്നത്. 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്ത സ്റ്റീപ്പിൾ ചേസർ ആണ് സാബ്ലെ അല്ലെങ്കിൽ അവിനാഷ് സാബ്ലെ എന്ന് പറയുന്ന വ്യക്തി. UK EV ബാറ്ററി പ്ലാന്റ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ. ഓക്കെ, സോ UK ഇലക്ട്രോണിക് വെഹിക്കിൾ ബാറ്ററി പ്ലാന്റ് തുടങ്ങിയ ഇന്ത്യൻ സ്ഥാപനം ടാറ്റ ആണ്. 53ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് 2022. സോ 53rd കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് 2022 53ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. ബെസ്റ്റ് ആക്ടർ മെയിൽ ആയിട്ടുള്ള ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടി ആയിരുന്നു. നൻപകൽ നേരത്തു മയക്കം, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്തു മയക്കത്തിൽ അഭിനയിച്ച് മമ്മൂട്ടിക്കായിരുന്നു ബെസ്റ്റ് ആക്ടർ, മെയിൽ ആക്ടറിനുള്ള അവാർഡ്. ബെസ്റ്റ് ഫീമെയിൽ ആക്ടർ വിൻസി എലോഷ്യസ് ആണ്, രേഖ എന്ന മൂവിയിൽ. ദെൻ ബെസ്റ്റ് ഫിലിം നൻപകൽ നേരത്തു മയക്കം, ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. എന്നാൽ ബെസ്റ്റ് ഡയറക്ടർ മഹേഷ് നാരായണൻ ആയിരുന്നു, അറിയിപ്പ് എന്ന് പറയുന്ന മൂവിക്കാണ്. അപ്പം കേരള ഫിലിം അവാർഡ്സ് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് 2022 23 പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പൊ 2022 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് അത് എത്രാമത്തതായിരുന്നു? 53ാമത്തത്.
53ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, അതായത് 2022 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. അതിലെ ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടി, നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന മൂവിക്ക്. ആ മൂവിക്ക് തന്നെയായിരുന്നു ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡും കിട്ടിയത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന മൂവിയുടെ ഡയറക്ടർ. എന്നാൽ ബെസ്റ്റ് ഫീമെയിൽ ആക്ടർ കിട്ടിയത് വിൻസി അലോഷ്യസിനായിരുന്നു, രേഖ എന്ന് പറയുന്ന മൂവിക്ക്. എന്നാൽ ബെസ്റ്റ് ഡയറക്ടർ കിട്ടിയത് മഹേഷ് നാരായണനായിരുന്നു, അറിയിപ്പ് എന്ന് പറയുന്ന മൂവിക്ക്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. DGCAയുടെ ലൈസൻസ് കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ വിമൻ ഡ്രോൺ പൈലറ്റ്, ഡ്രോൺ പറത്താനായിട്ടുള്ള DGCAയുടെ ലൈസൻസ് കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പൈലറ്റ് റിൻഷ പട്ടക്കൽ. ഇമ്പോർട്ടന്റ്, റിൻഷ പട്ടക്കൽ. ആരാണ് റിൻഷ പട്ടക്കൽ? DGCAയുടെ ഡ്രോൺ പറത്താനായിട്ടുള്ള പൈലറ്റ് ലൈസൻസ് കിട്ടിയ ആദ്യത്തെ കേരള വനിത, കേരളത്തിലെ ആദ്യത്തെ പൈലറ്റ് റിൻഷ പട്ടക്കൽ. 30ാമത് JC ഡാനിയൽ അവാർഡ്, 2022 30ാമത് JC ഡാനിയൽ അവാർഡ് കിട്ടിയത് TV ചന്ദ്രനാണ്, TV ചന്ദ്രൻ. അതുപോലെ US കോൺഗ്രസിലെ 2 തവണ അഡ്രസ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് നരേന്ദ്രമോദിയാണ്. US കോൺഗ്രസിനെ 2 തവണ അഡ്രസ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുപോലെ ഈജിപ്തിലെ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഓണർ, ഈജിപ്ത് ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഓർഡർ ഓഫ് നൈൽ 2023 കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. അപ്പൊ നരേന്ദ്രമോദിയുടെ 2-3 പോയിന്റ്സുകൾ നമ്മൾ പഠിച്ചു വന്നു അല്ലെ. ഒന്നിപ്പോ US കോൺഗ്രസിനെ 2 തവണ അഭിസംബോധന ചെയ്ത് അഡ്രസ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുപോലെ ഫ്രാൻസിലെ ബാസ്റ്റിലെ ഡേ പരേഡില് ഗസ്റ്റ് ഓഫ് ഓണർ സ്വീകരിച്ച ഇന്ത്യൻ വ്യക്തി, അത് നരേന്ദ്രമോദി. ഇതാ ഇപ്പോ ഈജിപ്തിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഓർഡർ ഓഫ് നൈൽ, നൈലിൽ നിന്ന് തന്നെ കിട്ടും, ഈജിപ്തിന്റെ ബഹുമതിയാണ്. ഓർഡർ ഓഫ് നൈൽ കിട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി. ് 2023 വെസ്റ്റ് നൈൽ വൈറസ് എന്ന് പറയുന്ന ഡിസീസ് കാരണം മരണം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. അപ്പൊ എറണാകുളം ജില്ലയിലായിരുന്നു കേരളത്തിലെ വെസ്റ്റ് നൈൽ വൈറസ്. ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഇത് ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്താണ്. അത് കാരണം മരണം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ എറണാകുളത്താണ്. അതുപോലെ 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി, 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാങ്സോ ആണ്. ഹാങ്സോ എന്ന് പറയും, ചൈനയിലാണ്. അതുപോലെ 2023 മ്യൂസിക് വില്ലേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട ഒരു കോളനി ഉണ്ട് ഇന്ത്യയില്, വാൽമുട്ടി, പാലക്കാട് വാൽമുട്ടി. പാലക്കാട് വാൽമുട്ടിയുടെ പ്രത്യേകത 2023 മ്യൂസിക് വില്ലേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട കോളനി, മ്യൂസിക് വില്ലേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട കോളനി അത് വാൽമുട്ടി, പാലക്കാടാണ്. അതുപോലെ വിമൻസിന് സുരക്ഷിതമായിട്ടും വിമൻ ഫ്രണ്ട്ലി ആയിട്ടും ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് കേരളം. അപ്പം എന്താണ് കേരളത്തിന്റെ പ്രത്യേകത? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വിമൻ സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ വിമൻ ഫ്രണ്ട്ലി ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം. നമ്മൾ നേരത്തെ ടൂറിസവുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പോയിന്റ് പഠിച്ചില്ലേ, കേരള ബ്ലോഗ് എക്സ്പ്രസ്. അതെന്തായിരുന്നു? 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ലക്ഷറി ബസ്സിൽ കേരളത്തിലെ പല ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൂടെയുമുള്ള യാത്രയാണ് കേരള ബ്ലോഗ് എക്സ്പ്രസ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസും സ്റ്റോറീസും കണ്ടന്റും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുക. അതാണ് കേരള ബ്ലോഗ് എക്സ്പ്രസ്. കേരളത്തിന്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം ഹോളിഡേ കൊടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ കേരള ടു അനൗൺസ് ഹോളിഡേ ഫോർ ബ്ലഡ് ഡൊണേഷൻ. ബ്ലഡ് ഡൊണേഷന്റെ അന്ന് അവധി കൊടുക്കുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി.
ദെൻ 71ാമത് മിസ് വേൾഡ് മത്സരം നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. മിസ് വേൾഡിന് 71ാമത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അതുപോലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്മിറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലോബൽ സബ്മിറ്റ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടക്കുന്നത് ബ്രിട്ടനിൽ ബക്കിംഗ്ഹാമിൽ വെച്ചിട്ടാണ്. അപ്പം XAI, എക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന XAI എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നത് ഇലോൺ മസ്ക്. ലോകത്തിൽ തന്നെ ആദ്യത്തെ ഗ്ലോബൽ സബ്മിറ്റ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടക്കുന്നത് ബ്രിട്ടനിൽ ബക്കിംഗ്ഹാമിൽ വെച്ചിട്ടാണ്. രണ്ടായിരത്തി 2023 ജൂനിയർ മെൻസ് ഏഷ്യ കപ്പ് ഹോക്കിയുടെ ചാമ്പ്യൻസ് അത് ഇന്ത്യയാണ്. 2023 ജൂനിയർ മെൻസ് ഏഷ്യ ഹോക്കി കപ്പിന്റെ ചാമ്പ്യൻസ് ഇന്ത്യയാണ്. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹിന്ദു ടെമ്പിൾ അത് തെലങ്കാനയിലാണ്. വേൾഡിലെ തന്നെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹിന്ദു ടെമ്പിൾ തെലങ്കാന. ദെൻ അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മീൻ ഫിഷ് കൊണ്ടുവന്നത് ഇസ്രായേൽ ആണ്. അത് ഓർത്തിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹിന്ദു ടെമ്പിൾ വന്നത് തെലങ്കാനയിലാണെങ്കിൽ റീസെന്റ് ഉള്ളൊരു ഇതാണ് ലോകത്തിൽ ആദ്യമായിട്ട് 3D പ്രിന്റഡ് ഫിഷ് മത്സ്യത്തിനെ ഡെവലപ്പ് ചെയ്തത് ഇസ്രായേലാണ്. സി ദിവാകരൻ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് കനൽ വഴികളിലൂടെ, കനൽ വഴികളിലൂടെ, കനൽ വഴികളിലൂടെ ഓട്ടോബയോഗ്രഫി ഓഫ് സി ദിവാകരൻ. അതുപോലെ ISO സർട്ടിഫിക്കേഷൻ കിട്ടുന്ന കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏതാണ്? കേരളത്തിലെ ISO സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ആദ്യത്തെ കളക്ടറേറ്റ് കോട്ടയം കളക്ടറേറ്റ് ആണ്. ഫസ്റ്റ് കളക്ടറേറ്റ് ഇൻ കേരള ടു റിസീവ് ആൻ ISO സർട്ടിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കോട്ടയം കളക്ടറേറ്റ് ആണ്. 2023 100ാമത് ആനിവേഴ്സറി 100th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ന്യൂസ് ഏജൻസിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. 1923 പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വരുന്നത്. ഇപ്പൊ 100 വർഷം തികയ്ക്കുന്ന ഇന്ത്യയുടെ ന്യൂസ് ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ്, PIB. അതുപോലെ മണിപ്പൂരിൽ നടന്ന എത്നിക് വയലൻസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു 3-member കമ്മീഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അജയ് ലംബയാണ്. ജസ്റ്റിസ് അജയ് ലംബ. സോ എന്താണ് ജസ്റ്റിസ് അജയ് ലംബയുടെ പ്രത്യേകത? മണിപ്പൂരിലെ എത്നിക് വയലൻസിനെ കുറിച്ച് പഠിക്കാനായി വന്ന 3 മെമ്പേഴ്സ് വരുന്ന കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അജയ് ലംബ. അതുപോലെ 2023 വേൾഡ് എൻവയോൺമെന്റ് ഡേ സെലിബ്രേഷൻ ഹോസ്റ്റ് ചെയ്ത കൺട്രി ഐവറി കോസ്റ്റ് ആണ്. കോട്ടെ ഡി ഐവറി എന്നാ പറയുന്നത് ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റ്. അപ്പം ഏത് രാജ്യമായിരുന്നു 2023 ജൂൺ 5 നടന്ന വേൾഡ് എൻവയോൺമെന്റൽ ഡേ സെലിബ്രേഷൻ ഹോസ്റ്റ് ചെയ്ത രാജ്യം? അത് ഐവറി കോസ്റ്റ് ആണ്. ഇരുപത്തിമൂന്നാമത് ദുബായ് ഓപ്പൺ ചെസ് വിന്നർ. 23ാമത് ദുബായ് ഓപ്പൺ ചെസ് വിന്നർ അത് അരവിന്ദ് ചിദംബരമാണ്. അരവിന്ദ് ചിദംബരം. ഓക്കെ, അരവിന്ദ് ചിദംബരമാണ് ദുബായ് ഓപ്പൺ ചെസ്. 23ാമത് ദുബായ് ഓപ്പൺ ചെസ് വിന്നർ അരവിന്ദ് ചിദംബരം. Then a walk up the hill living with people and nature. A walk up the hill living with people and nature. ഈ ബുക്ക് എഴുതിയത് മാധവ് ഗാഡ്ഗിൽ ആണ് അല്ലെ. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് സമിതിയിൽ വെസ്റ്റേൺ ഗട്ട്സ് എക്സ്പേർട്ട് പാനലിൽ വരുന്ന എക്കോളജിക്കൽ എക്സ്പേർട്ട് പാനലിന്റെ ഹെഡ് ആയിരുന്ന ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. അതുപോലെ കാരൈക്കുടി മണി ആരാണെന്ന് ഓർത്തിരിക്കുക. മൃദംഗം വിദ്വാനാണ്. 2023 മരണപ്പെട്ട മൃദംഗം വിദ്വാനാണ് കാരൈക്കുടി മണി. അതുപോലെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളാണ് അജയ് ബംഗ. സോ 2023 വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി അജയ് ബംഗ. ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി വരുന്നത് മഹാരാഷ്ട്ര. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് മഹാരാഷ്ട്ര. ഇപ്പൊ AI ആയിട്ട് 3 പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലെ. ഒന്ന് XAI എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഇലോൺ മസ്കിൻ്റെത്. ഗ്ലോബൽ സബ്മിറ്റ്, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗ്ലോബൽ സബ്മിറ്റ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രിട്ടനിലെ ബക്കിംഗ്ഹാമിലായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ച ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി വരുന്നത് മഹാരാഷ്ട്ര.
അപ്പം വാക്ക് വിത്ത് അപ് ദ ഹിൽ, ലിവിംഗ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നേച്ചർ, മാധവ് ഗാഡ്ഗിലിന്റെ ബുക്ക്. അതുപോലെ ഇന്ത്യൻ മൃദംഗം വിദ്വാനായിരുന്നു കാരൈക്കുടി മണി. അതുപോലെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് 2023 നിയമിതനായത് അജയ് ബംഗ. ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി വന്നത് മഹാരാഷ്ട്ര. Then first Arab astronaut to walk in space. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് ആസ്ട്രോനോട്ട് ആരായിരുന്നു? സുൽത്താൻ അൽ നയാദി. സുൽത്താൻ അൽ നയാദി ആയിരുന്നു സ്പേസിൽ നടന്ന ആദ്യത്തെ അറബ് ആസ്ട്രോനോട്ട് എന്ന് പറയുന്നത്. അതുപോലെ അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാനായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി അജിത് കുമാർ മൊഹന്തിയാണ്. അതുപോലെ BR അംബേദ്കറിന്റെ പേരില് സെക്രട്ടേറിയറ്റ് നിർമ്മിച്ച അല്ലെങ്കിൽ ഇനോഗ്രേറ്റ് ചെയ്ത സംസ്ഥാനം അത് തെലങ്കാനയാണ്. ഓക്കെ, സോ BR അംബേദ്കറിന്റെ പേരിലുള്ള സെക്രട്ടേറിയറ്റ് തെലങ്കാനയില്. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് ബാങ്കിന്റെ ഹെഡായിട്ട് പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി 23 ആരായിരുന്നു? അജയ് ബംഗയായിരുന്നു. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി വരുന്നത് മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞു. അതുപോലെ സ്പേസിൽ ശൂന്യാകാശത്ത് ആദ്യമായി നടന്ന അറബ് ആസ്ട്രോനോട്ട് ആണ് സുൽത്താൻ അൽ നയാദി. അതുപോലെ അറ്റോമിക് എനർജി കമ്മീഷന്റെ പുതിയ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ റാഡ്ക്ലിഫ് ഫെലോഷിപ്പ് നേടിയ മലയാളി ബയോളജിസ്റ്റ് ആണ് സത്യഭാമ ദാസ് ബിജു. അപ്പം ആരാണ് സത്യഭാമ ദാസ് ബിജു? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ റാഡ്ക്ലിഫ് ഫെലോഷിപ്പ് കിട്ടിയ മലയാളി ബയോളജിസ്റ്റ് സത്യഭാമ ദാസ് ബിജു. അതുപോലെ 2023 കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നടന്നത് ആലപ്പുഴയിലായിരുന്നു. ഇത്തവണ അത് തിരുവനന്തപുരത്തായിരുന്നു. ഓക്കെ, 42ാമത് ഏഷ്യൻ സബ്മിറ്റ് നടക്കുന്നത് 2023 42ാമത് ആസിയാൻ സബ്മിറ്റ് നടക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോള് ഖത്തറിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ 23 ആലപ്പുഴയിലായിരുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ 2023 ഖത്തറിലായിരുന്നു. അതുപോലെ 42ാമത് ആസിയാൻ സബ്മിറ്റ് നടക്കുന്നത് ഇന്തോനേഷ്യയിലുമാണ്. നമ്മൾ നേരത്തെ വേറൊരു വെന്യൂ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? 37ാമത് നാഷണൽ ഗെയിംസിന്റെ വെന്യൂ 23 നടന്ന 37ാമത് നാഷണൽ ഗെയിംസിന്റെ വെന്യൂ അത് ഗോവയിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്മിറ്റിന്റെ വെന്യൂ ബ്രിട്ടനിലെ ബക്കിംഗ്ഹാമിലായിരുന്നു. എക്സസൈസ് ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടി കുട്ടികളിലുള്ള ഡ്രഗ് അഡിക്ഷൻസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ആന്റി ഡ്രഗ് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് നേർവഴി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നേർവഴി? എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ടീച്ചേഴ്സും ചേർന്ന് കുട്ടികളിലുള്ള അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് കൊണ്ടുവന്ന ആന്റി ഡ്രഗ് ആക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് നേർവഴി. അതുപോലെ യൂത്തനേഷ്യ 2023 യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്ത രാജ്യം പോർച്ചുഗീസ് ആണ്. അതായത് ഏതെങ്കിലും ഒക്കെ രീതിയിൽ കാരണം ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് സ്വയം മരണം വരിക്കാനുള്ള അതിനെ ലീഗലൈസ് ചെയ്തതിനെ ലീഗലി ബൈ ലോ അതിനെ റൈറ്റ് ആയിട്ട് കൊണ്ടുവന്ന യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്ത രാജ്യം 2023 അത് പോർച്ചുഗീസ് ആണ്. സ്വയം മരണം വരിക്കാനുള്ള അർഹത. കേരള ഗവൺമെന്റ് തൊഴിൽ മേഖലയില് മോഡേണൈസേഷൻ കൊണ്ടുവരാനായിട്ട് ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രോജക്റ്റ് ആണ് നവശക്തി പ്രോജക്റ്റ്. അപ്പൊ നവശക്തി പ്രോജക്റ്റ് കേരള ഗവൺമെന്റിന്റെ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലേബർ സെക്ടറിന്റെ മോഡേണൈസേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിലെ MGNREGയിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് പെൻഷൻ കൊണ്ടുവരാനായിട്ട് ഒരു വെൽഫെയർ ബോർഡ് സെറ്റപ്പ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റും കേരളമാണ്. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്ററേറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഇൻ ഇന്ത്യ അത് കേരളത്തിലെ കിളിമാനൂർ ട്രിവാൻഡ്രത്താണ് നമ്മൾ ആദ്യമേ പഠിച്ചു. അതുപോലെ തന്നെ അതാ ഇപ്പോൾ നമ്മുടെ ലേബർ സെക്ടറിൽ മോഡേണൈസേഷന് വേണ്ടി നവശക്തി പ്രോജക്റ്റ് കൊണ്ടുവന്നത് കേരള ഗവൺമെന്റ് ആണ്. അതുപോലെ ഇതാ നമ്മുടെ MGNREGയിലുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് വെൽഫെയർ ബോർഡ് സെറ്റപ്പ് ചെയ്തതും കേരളമാണ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതായത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2023 നടന്ന
ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലില് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് കിട്ടിയത് മലയാളി മൂവിയായ സൗദി വെള്ളയ്ക്കാണ്. സൗദി വെള്ളയ്ക്ക. നമ്മുടെ ഒഡീഷയിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ബംഗാളി വർക്കേഴ്സ് അല്ലെങ്കിൽ പുറത്തു നിന്ന് വന്ന ജോലിക്കാർക്ക്, ഗസ്റ്റ് അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള സ്കീമാണ് അനന്യ മലയാളം. മലയാളം മിഷൻ ടു ടീച്ച് മലയാളം ടു ഗസ്റ്റ് വർക്കേഴ്സ് ആണ് അനന്യ മലയാളം. അതുപോലെ നമ്മുടെ ഗോവയിൽ വെച്ച് നടന്ന 37ാമത് നാഷണൽ ഗെയിംസിൽ പഞ്ചാബിന്റെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ആർട്ട് ഫോം മാർഷൽ ആർട്ട് ഫോം ആണ് ഗട്ക എന്ന് പറയുന്നത്. അപ്പൊ ഗട്ക പഞ്ചാബിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഷൽ ആർട്ടാണ്. 37ാമത് ഗോവയിൽ വെച്ച് നടന്ന 2023 37ാമത് നാഷണൽ ഗെയിംസ്, ദേശീയ ഗെയിംസിൽ ഗട്കയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നാഷണൽ അക്കാഡമി ഫോർ കോസ്റ്റൽ പോലീസിംഗ് ക്യാമ്പസ് വരുന്നത് ദ്വാരകയിലാണ്. നാഷണൽ അക്കാഡമി കോസ്റ്റൽ പോലീസിംഗ് ക്യാമ്പസ് ദ്വാരകയിലാണ്, ഉത്തർപ്രദേശിലെ ദ്വാരകയിലാണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് UT ഖാദർ. UT ഖാദർ ആരാണ്? നമ്മുടെ കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലിയില് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി UT ഖാദർ ആണ്. അതുപോലെ ആദ്യമായിട്ട് വാട്ടർ ബോഡീസിന് വേണ്ടി ഡിജിറ്റൽ മാപ്പ് പ്രിപ്പയർ ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കേരളം. അപ്പൊ കേരളത്തിൽ വീണ്ടും നമുക്കൊരു പോയിന്റ് കിട്ടിയില്ലേ അല്ലെ? അതായത് ലേബർ സെക്ടറിന്റെ മോഡേണൈസേഷന് വേണ്ടി നവശക്തി പ്രോജക്ട് കേരളം. MGNREG വർക്കേഴ്സിന് വേണ്ടി പെൻഷൻ കൊണ്ടുവരാൻ വെൽഫെയർ ബോർഡ് കൊണ്ടുവന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് കേരളം. ആദ്യമായിട്ട് വാട്ടർ ബോഡീസിന്റെ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തിയ സ്റ്റേറ്റ് കേരളം. അതുപോലെ ഓസ്ട്രിയാലിസ് ഹാരിസ് പാർക്കിന്റെ പുതിയ പേരാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഓസ്ട്രേലിയസ് ഹാരിസ് പാർക്കിന്റെ പുതിയ പേര് ലിറ്റിൽ ഇന്ത്യ എന്നാണ്. അതുപോലെ സിസ്റ്റർ നിവേദിതയുടെ സ്റ്റാച്യു 2023 അനാച്ഛാദനം ചെയ്ത രാജ്യം ബ്രിട്ടൻ ആണ്. സോ സിസ്റ്റർ നിവേദിതയുടെ സ്റ്റാച്യു 2023 അനാച്ഛാദനം ചെയ്തത് ബ്രിട്ടനിലാണ്. അതുപോലെ 2024 ക്വാഡ് സബ്മിറ്റിന്റെ വേദി ഇന്ത്യയാണ്. ഇമ്പോർട്ടന്റ്. 2024 ക്വാഡ് സബ്മിറ്റിന്റെ വേദി ഇന്ത്യയാണ്. 42ാമത് ആസിയാൻ സബ്മിറ്റിന്റെ വേദി നമ്മൾ പറഞ്ഞു ഇന്തോനേഷ്യ ആണെന്ന് പറഞ്ഞു അല്ലെ? ഇതിപ്പോ ക്വാഡ് സബ്മിറ്റ് 2024 ഇന്ത്യയിൽ വെച്ചിട്ടാണ്. എന്നാൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2024 വെന്യൂ അത് കസാഖ്സ്ഥാൻ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഗവേൺഡ് സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിൽ നമുക്ക് വീണ്ടും കിട്ടിയല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗവേൺഡ് സ്റ്റേറ്റ് കേരളം. MGNREG വർക്കേഴ്സിന് പെൻഷന് വേണ്ടി വെൽഫെയർ ബോർഡ് കൊണ്ടുവന്നത് കേരളം. അതുപോലെ തന്നെ നമ്മുടെ നവശക്തി പ്രോജക്ട്, ലേബർ മോഡേണൈസേഷന് വേണ്ടിയിട്ടുള്ള നവശക്തി പ്രോജക്ട്, അത് കേരളമാണ്. ദ ഫസ്റ്റ് ഫുള്ളി ഗവേൺഡ് സ്റ്റേറ്റ് അതും കേരളമാണ്. എന്താണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്? അതായത് കോർപ്പറേഷനുകളിൽ ഇറഗുലാരിറ്റീസ് കണ്ടെത്താൻ, മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇറഗുലാരിറ്റീസ് കണ്ടെത്താനുള്ള വിജിലന്റ് ഇൻസ്പെക്ഷൻ ആയിരുന്നു ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ടർക്കിയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും റീഎലക്ട് ചെയ്യപ്പെട്ടത് റസീബ് തായിബ് എർദോഗൻ ആണ്. അപ്പോൾ 2025 ക്ലൈമറ്റ് സബ്മിറ്റ് നടക്കാൻ പോകുന്നത് ബ്രസീലാണ്. 2025 ക്ലൈമറ്റ് സബ്മിറ്റ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? അത് ബ്രസീലിലാണ്. പത്മ അവാർഡ്സ്. പത്മ അവാർഡ്സ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആണ് ഭാരത് രത്ന എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പബ്ലിക് സർവീസ് സെക്ടറിലും ഒക്കെ വരുന്ന ആൾക്കാർക്കും ഒക്കെയാണ് ഭാരത് രത്ന കൊടുക്കുന്നത്. അതിനുശേഷം ഭാരത് രത്നയ്ക്ക് ശേഷം വരുന്ന ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ തൊട്ട് താഴെയാണ് പത്മ അവാർഡ്സ്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ എന്ന് പറയുന്ന 3 അവാർഡുകൾ വരുന്നത്. റിപ്പബ്ലിക് ഡേയുടെ 26 ജനുവരി റിപ്പബ്ലിക് ഡേയുടെ അന്നായിരിക്കും പത്മ അവാർഡ് അനൗൺസ് ചെയ്യുന്നത്. പ്രസിഡന്റ് ആണ് പത്മ അവാർഡ് കൊടുക്കുന്നത്.
പത്മ അവാർഡിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ആദ്യം പത്മവിഭൂഷൺ, ദെൻ പത്മഭൂഷൺ, ദെൻ പത്മശ്രീ. 1954 മുതലാണ് പത്മ അവാർഡ്സ് കൊടുത്തു തുടങ്ങിയത്. 2023 പത്മവിഭൂഷൺ കിട്ടിയ ആൾക്കാര് ഓർത്തിരിക്കുക. മരണാനന്തരം 3 പേർക്കാണ് 2023 പത്മ അവാർഡ് കിട്ടിയത്. ഒന്ന് ബാലകൃഷ്ണ ദോഷി പോസ്റ്റമസ് ആയിട്ട് കിട്ടിയത്, പിന്നെ ദിലീപ് മഹലനാബിസ്, ശ്രീ മുലായം സിംഗ് യാദവ്. ഈ ബാലകൃഷ്ണ ദോഷി ഒരു ആർക്കിടെക്ചർ ആണ്, ഗുജറാത്തുകാരനാണ്. ദിലീപ് മഹലനോബിസ് നമ്മുടെ ORS സൊല്യൂഷൻ, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ല, ORS സൊല്യൂഷൻ കൊണ്ടുവന്നത് ദിലീപ് മഹലനോബിസ് ആണ്. അദ്ദേഹത്തിന് മരണാനന്തരമാണ് കൊടുത്തത്. പിന്നെ പബ്ലിക് അഫയേഴ്സ് മുലായം സിംഗ് യാദവിന് പബ്ലിക് അഫയേഴ്സിൽ. ഇത് കൂടാതെ സക്കീർ ഹുസൈൻ, ആർട്ടിൽ സക്കീർ ഹുസൈന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ശ്രീനിവാസ് വർദ്ധൻ, അതുപോലെ പബ്ലിക് അഫയേഴ്സിൽ ശ്രീ SM കൃഷ്ണ. പോസ്റ്റമസ് ആയിട്ട് 3 പേര് ഓർത്തിരിക്കുക, അവരുടെ മേഖലകളും ഓർത്തിരിക്കുക. ഓക്കെ, ORS സൊല്യൂഷൻ അത് കൊണ്ടുവന്ന വ്യക്തിയാണ് ശ്രീ ദിലീപ് മഹലനോബിസ്, ഡോക്ടറാണ്, മെഡിസിനിലാണ് അദ്ദേഹത്തിന് മരണാനന്തരം ഈ ഒരു ബഹുമതി പത്മവിഭൂഷൺ 2023 കിട്ടിയത്. 2023 പത്മശ്രീ കിട്ടിയ 4 മലയാളികൾ. ഒന്ന് ഗാന്ധിയനായ VP അപ്പുക്കുട്ട പൊതുവാൾ, പിന്നെ ഹിസ്റ്റോറിയനായ CI ഐസക്കിന്, കളരി ഗുരുക്കളായ SRD പ്രസാദിന്, ഒരു എഗ്രണോമിസ്റ്റ് ആയ ചെറുവയൽ രാമൻ. 4 പേർക്കാണ് മലയാളികൾ 2023 മലയാളികളായിട്ട് പത്മശ്രീ കിട്ടിയ 4 പേര്. രണ്ടും പഠിക്കണം, 23-ലെയും 24-ലെയും പഠിക്കണം. 23-ലെ ഒത്തിരിക്കുക. 23-ല് പത്മശ്രീ കിട്ടിയ 4 മലയാളികളാണ് VP അപ്പുക്കുട്ട പൊതുവാള്, അതുപോലെ CI ഐസക്, SRD പ്രസാദ്, ചെറുവയൽ രാമൻ. ഇതില് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലും അതുപോലെ തന്നെ വിനോബ ഭാവയുടെയും ജയപ്രകാശ് നാരായണന്റെയും ലാൻഡ് ഡൊണേഷൻ മൂവ്മെന്റിലും ഒക്കെ പങ്കെടുത്ത വ്യക്തിയാണ് VP അപ്പുക്കുട്ട പൊതുവാൾ. അദ്ദേഹം ഒരു ഗാന്ധിയനാണ്. 2024 പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തികളുടെ പേരൊന്ന് ഓർത്തിരിക്കുക. വൈജയന്തി മാല ബാലി, അതുപോലെ കൊണിഡേല ചിരഞ്ജീവി, വെങ്കയ്യ നായിഡു, ബൃന്ദേശ്വർ പദക്, നമ്മുടെ സുലഭ് പ്രോജക്റ്റിന്റെ വ്യക്തിയാണ് ബൃന്ദേശ്വർ പദക്, ഇദ്ദേഹത്തിന് പോസ്റ്റമസ്ലി ആണ് കിട്ടിയത്. അതുപോലെ തന്നെ പത്മ സുബ്രഹ്മണ്യം, ഭരതനാട്യം ആർട്ടിസ്റ്റ് ആണ് പത്മ സുബ്രഹ്മണ്യം. അപ്പൊ ഇതിനകത്ത് ബൃന്ദേശ്വർ പദക്കും പത്മ സുബ്രഹ്മണ്യവും ഇമ്പോർട്ടന്റ് ആണ്. ബൃന്ദേശ്വർ പദക്ക് പോസ്റ്റമസ്ലി ആണ് കിട്ടിയത്, മരണാനന്തരമാണ് കിട്ടിയത്. പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യ ഡാൻസർ ആണ്. 2024 പത്മശ്രീ കിട്ടിയ മലയാളികൾ 6 പേർക്കാണ് 2024 പത്മശ്രീ കിട്ടിയത്. കഥകളി ആചാര്യനായ സദനം ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ കൃഷി സത്യനാരായണ ബലേരി, തെയ്യം ആർട്ടിസ്റ്റായ EP നാരായണൻ, അതുപോലെ എഴുത്തുകാരൻ ചിത്രൻ നമ്പൂതിരിപ്പാട്, അതുപോലെ ലിറ്ററേച്ചർ എഡ്യൂക്കേഷനിൽ മുനിനാരായണ പ്രസാദ്, പിന്നെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി. ഇപ്പൊ പത്മശ്രീ കിട്ടിയ 6 മലയാളികൾ. കഥകളി ആചാര്യനാണ് സദനം ബാലകൃഷ്ണൻ, കാർഷിക രംഗത്ത് നിന്ന് സത്യനാരായണ ബലേരി, അതുപോലെ തന്നെ EP നാരായണൻ തെയ്യം കലാകാരനാണ്. ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി ലിറ്ററേച്ചറിനാണ്, അതുപോലെ തന്നെ മുനിനാരായണ പ്രസാദ്. കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ കിട്ടിയ 2 പേര്. ഒന്ന് M ഫാത്തിമ ബീവി, പബ്ലിക് അഫയേഴ്സ്, മരണാനന്തരമാണ് പത്മഭൂഷൺ 2024 M ഫാത്തിമ ബീവിക്ക് കിട്ടുന്നത്. O രാജഗോപാൽ, ഓലഞ്ചേരി രാജഗോപാൽ, ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ആണ് കിട്ടിയത്. ഗ്രാൻഡ് സെലംസ്. അപ്പം നമുക്ക് ടെന്നീസിലെ ഒരു പ്രധാനപ്പെട്ട 4 സ്ലാംസ് ആണ്. ഓസ്ട്രേലിയ, ഫ്രഞ്ച്, വിംബിൾഡൺ, US ഓപ്പൺ. ഓക്കെ, ഇതിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് ജനുവരി പകുതിയോടുകൂടിയാണ്. അതാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പണെ കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെ. ഇനി വരാൻ പോകുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പണ് റൊളാൻഡ് ഗാരോസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ക്ലേ കോർട്ടിലാണ് ഇത് നടക്കുന്നത്, കളിമണ്ണ് കൊണ്ടുള്ള കോർട്ടിലാണ്. മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യമാണ് ഫ്രഞ്ച് ഓപ്പൺ നടക്കുക.
ദെൻ വിംബിൾഡൺ, പിന്നെ UK ഓപ്പൺ എന്നും അറിയപ്പെടുന്നുണ്ട്. ഗ്രാസ് കോർട്ട്, പുൽക്കോട്ടിലാണ് ഇത് നടക്കുന്നത്. ജൂൺ ജൂലൈയിലാണ്. അതുപോലെ US ഓപ്പൺ, അത് ഹാർഡ് കോർട്ടിലാണ്. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും US ഓപ്പൺ നടക്കുക. അപ്പൊ വിംബിൾഡൺ നടക്കുന്നത് ഗ്രാസ് കോർട്ടില്, ഫ്രഞ്ച് ക്ലേ കോർട്ടില്. ബാക്കി ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും നടക്കുന്നത് ഹാർഡ് കോർട്ട്. 2024 ഇപ്പൊ കഴിഞ്ഞത് ഓസ്ട്രേലിയൻ മാത്രമാണ്. അപ്പൊ അതൊന്ന് പഠിക്കണം. അതിൽ മെൻസ് സിംഗിൾസിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് ജാനിക് സിന്നറിനാണ്. ഇറ്റലി പ്ലെയർ ആണ് ജാനിക് സിന്നർ. റണ്ണറപ്പ് ആയത് ഡാനിൽ മെഡ്വേവ് ആണ്, റഷ്യൻ ആണ്. ദെൻ വിമൻ സിംഗിൾസ് കിട്ടിയത് അരിയാന സബ്ലെങ്കയാണ്. അരിയാന സബ്ലെങ്ക, ബലാറസ് ആണ് അരിയാന സബ്ലെങ്ക. ദെൻ മെൻസ് ഡബിൾസിൽ കിട്ടിയത് റോഹൻ മച്ചന്ത ബൊപ്പണ്ണയ്ക്ക്, നമ്മുടെ മലയാള ഇന്ത്യക്കാരനായ റോഹൻ മച്ചന്ത, ഇമ്പോർട്ടന്റ് ആണ്. റോഹൻ മച്ചന്ത ബൊപ്പണ്ണയ്ക്കും മാത്യു എബ്ദനുമാണ്, ഓസ്ട്രേലിയനായ മാത്യു എബ്ദനുമാണ് മെൻസ് ഡബിൾസ് കിട്ടിയത്. ഇനി വിമൻസ് ഡബിൾസ് കിട്ടിയത് ഹെയ്ഷി സൂവിയും എലിസി മെർട്ടൻസുമാണ്, തായ്വാനും ബെൽജിയവുമാണ്. മിക്സഡ് ഡബിൾസും ഹെയ്ഷി സൂവിയും അതുപോലെ തന്നെ ജാൻ സേലൻസ്കിയുമാണ്, പോളണ്ട്. ഇപ്പൊ ഓർത്തിരിക്കുക, ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് ജാനിക് സിന്നർ, ഇമ്പോർട്ടന്റ്. മെൻസ് കിട്ടിയത് ജാനിക് സിന്നർ, വിമൻസ് കിട്ടിയത് അരിയാന സബ്ലെങ്ക. രണ്ടുപേരുടെയും രാജ്യം ഓർത്തിരിക്കുക, ജാനിക് സിന്നർ ഇറ്റലിയും അരിയാന സബ്ലെങ്ക ബലാറസുമാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ നോക്കുകയാണെങ്കിൽ നൊവാക് ജോക്കോവിക് ആണ്. 2023 സെർബിയൻ ആണ്. വിമൻസ് അതും അരിയാന സബ്ലെങ്ക തന്നെയാണ്, ബലാറസ് ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ പ്രത്യേകത ഇന്ത്യക്കാരന് കിട്ടിയിട്ടുണ്ട്. ഏതിനാണ് കിട്ടിയത്? മെൻസ് ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണയ്ക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുണ്ട്. US ഓപ്പൺ 2023 മെൻസ് കിട്ടിയത് നൊവാക് ജോക്കോവിക്കിന് തന്നെയാണ്. 24ാമത്തെ ടൈറ്റിലാണ് ഇത്, മെൻസ് ജോക്കോവിക്ക്. വിമൻസ് കിട്ടിയത് കൊക്കോ ഗോഫ്, US ആണ്. കൊക്കോ ഗോഫ് USA. ഓക്കെ, ഇപ്പൊ US ഓപ്പൺ 2023 കിട്ടിയത്, അത് മെൻസ് കിട്ടിയത് നൊവാക് ജോക്കോവിക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 കിട്ടിയത് നൊവാക് ജോക്കോവിക്കിന് തന്നെയാണ്. വിമൻസ് കിട്ടിയത് ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 അരിയാന സബ്ലെങ്കയ്ക്കും, എന്നാൽ US ഓപ്പൺ വിമൻസ് കിട്ടിയത് കൊക്കോ ഗോഫുമാണ്. ഫ്രഞ്ച് ഓപ്പൺ പിന്നെ നൊവാക് ജോക്കോവിക്. അപ്പൊ US ഓപ്പൺ 2023, ഓസ്ട്രേലിയൻ ഓപ്പൺ 2023, ഫ്രഞ്ച് ഓപ്പൺ 2023, 3 ആർക്കാണ്? നൊവാക് ജോക്കോവിക്കിനാണ്. എന്നാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 കിട്ടിയത് അരിയാന സബ്ലെങ്ക. US ഓപ്പൺ വിമൻസ് കിട്ടിയത് കൊക്കോ ഗോഫ് 2023. ഫ്രഞ്ച് ഓപ്പൺ വിമൻസ് 2023 കിട്ടിയത് ഇഗാ സ്വിയാടെക്, പോളണ്ട് ആണ്. ഇഗാ സ്വിയാടെക്, പോളണ്ട്. വിംബിൾഡൺ 2023 മെൻസ് കിട്ടിയത് കർലോസ് അൽക്കാരസിനും, അതുപോലെ വിമൻസ് കിട്ടിയത് മർക്കേറ്റ വോൺഡ്രൂസുവയ്ക്കുമാണ്. ഓക്കെ, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. വിംബിൾഡൺ 2023 കാർലോസ് അൽക്കാരസും അതുപോലെ തന്നെ മർക്കേറ്റ വോൺഡ്രൂസുവി. നാറ്റോയിൽ മെമ്പറാകുന്ന 31ാമത്തെ രാജ്യമാണ് ഫിൻലാൻഡ്. അതുപോലെ നാസയുടെ മൂൺ ടു മാസ് പ്രോഗ്രാമിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി അമിത് ക്ഷത്രിയയാണ്. 2023 ചാറ്റ് GPT ബാൻ ചെയ്ത രാജ്യം ഇറ്റലിയാണ്. ഇറ്റലി നമ്മളിപ്പോ എവിടെയാ പഠിച്ചത്? ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയ ജാനിസ് എവിടെയാണ്? ഇറ്റലി, ഇറ്റാലിയൻ പ്ലെയർ ആണ്. G20 സെക്കൻഡ് എംപവർ മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്ത്. കേരള സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ അംബാസിഡർ IM വിജയൻ. ആദ്യത്തെ കേരള സൂപ്പർ ലീഗിന്റെ അംബാസിഡർ IM വിജയൻ. 31ാമത് നാറ്റോ മെമ്പർ ഫിൻലാൻഡ്. ISAയുടെ ഏറ്റവും പുതിയ മെമ്പർ, ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പുതിയ മെമ്പർ ചിലി. SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ പുതിയ പെർമനന്റ് മെമ്പർ ഇറാൻ. നാറ്റോയിലേക്ക് വന്ന പുതിയ മെമ്പർ, 31ാമതായി വന്ന മെമ്പർ ഫിൻലാൻഡ്. കേരള സൂപ്പർ ലീഗ്, ആദ്യത്തെ കേരള സൂപ്പർ ലീഗിന്റെ അംബാസിഡർ IM വിജയൻ.
അതുപോലെ തന്നെ നാസയുടെ മൂൺ ടു മാസ് പ്രോഗ്രാമിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ അമിത് ക്ഷത്രിയ. ചാറ്റ് GPT ബാൻ ചെയ്ത രാജ്യം ഇറ്റലി. G20 എംപവർ മീറ്റിംഗിന്റെ രണ്ടാമത്തെ മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്ത്. അതുപോലെ 2023 ഏറ്റവും കൂടുതൽ GI ടാഗ് കിട്ടിയ സ്റ്റേറ്റ് അത് കേരളമായിരുന്നു. അതുപോലെ കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് പ്രോജക്റ്റ് താഴത്തുകുടിയിലാണ്. താഴെത്തുടുക്കിയിലാണ്. ദെൻ ജലനിധി പ്രോജക്റ്റിലുള്ള ഇറഗുലാരിറ്റീസ് കണ്ടെത്താനായിട്ടുള്ള വിജിലൻസ് റെയ്ഡ് ആയിരുന്നു ഓപ്പറേഷൻ ഡെൽറ്റ. നമ്മൾ നേരത്തെ ഓപ്പറേഷൻ കോർപ്പ് പഠിച്ചു അല്ലെ. മുനിസിപ്പൽ കോർപ്പറേഷനിലെ അഴിമതി തടയാനായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്താനായിട്ടുള്ള വിജിലൻസ് റെയ്ഡ് ആയിരുന്നു ഓപ്പറേഷൻ കോർപ്പ്. ഡ്രൈവിംഗ് സ്കൂളുകളിലെ റെഗുലാരിറ്റീസ് കണ്ടെത്താനായിട്ടുള്ള വിജിലൻസ് റെയ്ഡിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഇപ്പൊ നമ്മൾ പഠിച്ചത് ജലനിധി പ്രോജക്റ്റിലുള്ള വിജിലൻസിന്റെ റെയ്ഡ്, അഴിമതി കണ്ടെത്താനുള്ള വിജിലൻസിന്റെ റെയ്ഡ് ആണ് ഓപ്പറേഷൻ ഡെൽറ്റ. കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് പ്രോജക്റ്റ് താഴത്തുടുക്കിയിലായിരുന്നു. ഓക്കെ. ദെൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി ജൂപ്പിറ്ററിലെയും അതിന്റെ മൂൺസിലെയും കുറിച്ച് പഠിക്കാനായിട്ട് ഒരു മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ജ്യൂസ് എന്ന് പറയുന്ന മിഷൻ. ഓക്കെ. ജ്യൂസ് എന്ന് പറയുന്ന മിഷൻ ആരുടേതാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആണ്. എന്തിനാണ്? ജൂപ്പിറ്ററിനെയും അതിനകത്തുള്ള ഐസി മൂണിനെയും കുറിച്ച് പഠിക്കാനായിട്ടുള്ള മിഷനാണ്. നേരത്തെ നമ്മൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ വേറൊരു ഇത് പഠിച്ചു അല്ലെ. ഡാർക്ക് ലൈറ്റിനെ കുറിച്ചും ഡാർക്ക് എനർജിയെ കുറിച്ചും മനസ്സിലാക്കാൻ സ്പേസിലേക്ക് യൂറോപ്യൻ സ്പേസ് ഏജൻസി വിട്ട ടെലിസ്കോപ്പ്, സ്പേസ് ടെലിസ്കോപ്പ് ആയിരുന്നു യൂക്ലിഡ് എന്ന് പറയുന്നത്. ദെൻ കുട്ടികളിലേക്കുള്ള ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ ആദ്യമായി അംഗീകരിച്ച രാജ്യം അത് ഘാനയാണ്. അതുപോലെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ 2023 കാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ മൂവിയാണ് കെനഡി എന്ന് പറയുന്നത്. കെനഡി. ഓക്കെ. അപ്പൊ യൂറോപ്യൻ സ്പേസ് ഏജൻസി ജൂപ്പിറ്ററിനെ കുറിച്ചും അതിന്റെ മൂണിനെ കുറിച്ചും പഠിക്കാനായിട്ട് പോകുന്ന മിഷനാണ് ജ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച രാജ്യം അത് ഘാനയാണ്. കാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മൂവി 2023 കാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മൂവി കെനഡിയാണ്. 2023 മിസ് ഇന്ത്യ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നന്ദിനി ഗുപ്ത. അതുപോലെ നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുന്നത് ഗുവാഹട്ടി. കേരളത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പ് ക്ലാസിക് ഇംപീരിയൽ. അതുപോലെ മുത്തയ്യ മുരളീധരനെ കുറിച്ചുള്ള ശ്രീലങ്കൻ ക്രിക്കറ്ററായ മുത്തയ്യ മുരളീധരനെ കുറിച്ചുള്ള മൂവിയില് മുത്തയ്യ മുരളീധരന്റെ വേഷമിടുന്ന ആക്ടർ മധുർ മിത്തലാണ്. മധുർ മിത്തൽ. സോ 2023 മിസ് ഇന്ത്യ നന്ദിനി ഗുപ്ത. കേരളത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പ് ക്ലാസിക് ഇംപീരിയൽ. അതുപോലെ മുത്തയ്യ മുരളീധരൻ മൂവിയിൽ അദ്ദേഹത്തിന്റെ റോള് ചെയ്യുന്നത് മധുർ മിത്തൽ. 2023 മാതൃഭൂമി ലിറ്ററസി അവാർഡ് കിട്ടിയത് സേതുവിനാണ്. അതുപോലെ KK ശൈലജ ടീച്ചറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ലൈഫ് ആസ് എ കോമറേഡ്. നമ്മൾ നേരത്തെ C ദിവാകരന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിപ്പോ ശൈലജ ടീച്ചറിന്റെ ഓട്ടോബയോഗ്രഫി മൈ ലൈഫ് ആസ് എ കോമറേഡ്. ദെൻ എയർഫോഴ്സിൽ നിന്ന് ഗാലൻട്രി അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ദീപിക മിശ്രയാണ്. അതുപോലെ ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ബോഡി സെൻസസിലെ ഏറ്റവും കൂടുതൽ വാട്ടർ ബോഡീസ് ഉള്ള സ്റ്റേറ്റ് ആയിട്ട് വന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. നമ്മൾ നേരത്തെ വേറൊരു പോയിന്റ് പഠിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ വാട്ടർ ബോഡീസിനെയും ഡിജിറ്റൽ മാപ്പിംഗ് ചെയ്ത സ്റ്റേറ്റ് കേരളം. എന്നാൽ ആദ്യത്തെ വാട്ടർ ബോഡിയുടെ സെൻസസിൽ ആദ്യമായിട്ട് നടത്തിയതിൽ ഏറ്റവും കൂടുതൽ വാട്ടർ ബോഡീസ് ഉണ്ടെന്ന് കണ്ടെത്തിയ സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ.
Then PSLV C-55 മിഷൻ ഉപയോഗിച്ച് നമ്മൾ ലോഞ്ച് ചെയ്ത സിംഗപ്പൂർ സാറ്റലൈറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ടിലിയോസ് 2ഉം ദെൻ ലുമിലൈറ്റ് 4ഉം. സോ ടിലിയോസ് 2ഉം ലുമിലൈറ്റ് 4ഉം ആരുടെ സാറ്റലൈറ്റുകളാണ്? സിംഗപ്പൂരിൻ്റെതാണ്. നമ്മുടെ PSLV C-55 മിഷൻ ഉപയോഗിച്ചാണ് ഇത് ലോഞ്ച് ചെയ്തത്. നേരത്തെ നമ്മൾ പറഞ്ഞു ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ഫിലിം ആയിട്ട് 2023 തെരഞ്ഞെടുക്കപ്പെട്ടത് മലയാളം മൂവിയായ സൗദി വെള്ളക്കയാണ്. ഇതാ വീണ്ടും അതുപോലെ ഒരെണ്ണം. ഫസ്റ്റ് ഇന്ത്യൻ മൂവി സെലക്ടഡ് ഫോർ ഗ്ലോബൽ ടൂറിസം ഫിലിം ഫെസ്റ്റിവൽ ഇൻ കാനഡ. കാനഡയിൽ നടക്കുന്ന ഗ്ലോബൽ ടൂറിസം ഫിലിം ഫെസ്റ്റിവലിലേക്ക് ആദ്യമായി സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ മൂവിയാണ് കുമാരി എന്ന് പറയുന്നത്. കുമാരി. ഇതുപോലെ 2023 ബംഗ്ലാദേശ് പ്രസിഡന്റായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഷാബുദ്ദീൻ ചുപ്പു. ഷാബുദ്ദീൻ ചുപ്പു. ഇമ്പോർട്ടൻറ്റ്. ഷാബുദ്ദീൻ ചുപ്പു. ദെൻ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ക്യാരി ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ റിവർ, ദ റിവർ വിച്ച് ക്യാരീസ് ലാർജസ്റ്റ് അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഇൻ ഏഷ്യ, അത് ബ്രഹ്മപുത്രയാണ്. അതുപോലെ സുഡാനില് യുദ്ധത്തിലകപ്പെട്ട് സുഡാനില് അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആയിരുന്നു ഓപ്പറേഷൻ കാവേരി. അതുപോലെ അമിതാവ് ഘോഷിന്റെ ബുക്കാണ് സ്മോക്ക് ആൻഡ് ആഷസ് എന്ന് പറയുന്നത്. സ്മോക്ക് ആൻഡ് ആഷസ്. സോ മൈ ലൈഫ് ആസ് എ കോമ്രേഡ് KK ശൈലജയുടെ. സ്മോക്ക് ആൻഡ് ആഷസ് അമിതാവ് ഘോഷിൻ്റെത്. ഓക്കെ. കനൽ വഴികളിലൂടെ എന്നുള്ളത് ശ്രീ ദിവാകരന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതുപോലെ സുഡാനിൽ അകപ്പെട്ടു പോയി ഇന്ത്യക്കാരെ കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതി ഓപ്പറേഷൻ കാവേരി. then 2023 പത്മപ്രഭ അവാർഡ് കിട്ടിയത് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ അവാർഡ് സുഭാഷ് ചന്ദ്രനാണ്. നമ്മൾ സേതുവിന്റെ പഠിച്ചു. എന്തായിരുന്നു? 2022 മാതൃഭൂമി ലിറ്ററസി അവാർഡ് സേതുവിനും 2023 പത്മപ്രഭ അവാർഡ് സുഭാഷ് ചന്ദ്രനുമാണ്. അതുപോലെ രാജാ രവിവർമ്മയുടെ 175ാമത് ജന്മദിനത്തില് അനാച്ഛാദനം ചെയ്ത പെയിന്റിംഗ് ആണ് പാർസി ലേഡി എന്ന് പറയുന്നത്. അതുപോലെ ഓർഗൻ ഡൊണേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് 42 ദിവസത്തെ ലീവാണ് ഇപ്പോൾ ഗ്രാന്റ് ചെയ്തത്. കാഷ്വൽ ലീവ് 42 ദിവസമാണ് കൊടുക്കുന്നത്. അതുപോലെ കുർത്ത് മീറ്റിംഗ് 2023 കുർത്ത് മീറ്റിംഗിന്റെ വെന്യൂ സിഡ്നി ആണ്. ഓക്കെ, സിഡ്നി. എന്നാൽ നമ്മൾ നേരത്തെ ക്വാഡ് സബ്മിറ്റ് പഠിച്ചല്ലോ. ക്വാഡ് സബ്മിറ്റിന്റെ വെന്യൂ എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് 2022-23 ഗോൾഡൻ ഗ്ലോബ് റേസിൽ ആദ്യം വന്ന ആള് ക്രിസ്ത്യൻ ന്യൂഷാഫർ ആണ്. അഭിലാഷ് രണ്ടാമതാണ്. മൂന്നാമത് മൈക്കിൾ ഗുഗൻബർഗറുമാണ്. അഭിലാഷ് 2ാം സ്ഥാനത്താണ് നോക്കുക ഗോൾഡൻ ഗ്ലോബ് റേസ്. 16 മണിക്കൂർ കൊണ്ട് ഒരു ചിത്രത്തിന്റെ കഥയും എഴുതി എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത മലയാളം മൂവിയാണ് സാക്ഷാൽ ദൈവം. അതുപോലെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോ ഡ്രൈവേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത ബ്രാൻഡാണ് സുന്ദരി ഓട്ടോ. സോ ഇത്രയുമാണ് നമുക്ക് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസത്തെ 2023 4 മാസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ്. നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, 2023 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ അടുത്തത് എടുക്കുന്നത്. അപ്പം താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.